മെയ് മാസം 24-ാം തീയതി തിരുസഭ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ജപമാലയിലെ ലുത്തിനിയായിൽ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഓക്സിലിയം ക്രിസ്ത്യാനോറം ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ്, ക്രിസ്ത്യാനികളുടെ സഹായം എന്ന വിശേഷണം മറിയത്തിന് ക്രൈസ്തവ ജീവിതത്തിലുള്ള പ്രാധാന്യം വിളിച്ചോതുന്ന സഞ്ചയാണ്. ഗ്രീസ്, ഈജിപ്ത്, അന്ത്യോക്യ, എഫെസൂസ്, അലക്സാൻഡ്രിയ എന്നിവിടങ്ങളിലെ ആദിമ സഭാ സമൂഹങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തെ ക്രിസ്ത്യാനികളുടെ സഹായമായി വിളിച്ചിരുന്നു. ഗ്രീക്ക് ഭാഷയിൽ ബൊയ്ത്തിയ, സഹായം എന്ന വാക്ക് മറിയത്തെ സൂചിപ്പിക്കാനായി ആദ്യം ഉപയോഗിച്ചത് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോമായിരുന്നു. ക്രൈസ്തവ ലോകം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായാണ് യൂറോപ്പ് മുഴുവൻ തുർക്കി സൈന്യത്തിന്മേൽ വിജയം നേടിയത്. ക്രൈസ്തവ ലോകം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായാണ് യൂറോപ്പ് മുഴുവൻ തുർക്കി സൈന്യത്തിന്മേൽ വിജയം നേടിയത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയിലാണ് 1571 ഒക്ടോബർ മാസം 7-ാം തീയതി ചെറിയ ക്രിസ്ത്യൻ സൈന്യം ഒട്ടോമൻ തുർക്കികളുടെ വലിയ സൈന്യത്തിന്മേൽ ലോപാൻഡോ യുദ്ധത്തിൽ വിജയം നേടിയത്. അതിനാലാണ് ജപമാല റാണിയുടെ തിരുനാൾ ഒക്ടോബർ 7-ാം തീയതി ആഘോഷിക്കുന്നത്. 1573 പിയൂസ് 5-ാമൻ പാപ്പ ഈ തിരുനാൾ സഭയിൽ ഉൾപ്പെടുത്തി. ഈ വിജയത്തിൻ്റെ സ്മരണയ്ക്കായി പിയൂസ് 5-ാമൻ പാപ്പ ലൊറോറ്റ ലുത്തിനിയയിൽ ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയം എന്ന് കൂട്ടിച്ചേർത്തു. ലൊറോറ്റ ലുത്തിനിയ 1587 സിക്സ്തൂസ് 5-ാമൻ പാപ്പയാണ് ഔദ്യോഗികമായി അംഗീകരിച്ചത്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആസ്ട്രിയയിലെ ലെയോപോൾഡ് 1-ാമൻ ചക്രവർത്തി ഓസ്ട്രിയയിലെ തലസ്ഥാന നഗരമായ വിയന്ന 2 ലക്ഷത്തോളം വരുന്ന ഒട്ടോമൻ തുർക്കികളുടെ സൈന്യം വളഞ്ഞപ്പോൾ പാസാവിലുള്ള ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ ദേവാലയത്തിൽ അഭയം തേടി. പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ ഓസ്ട്രിയ യുദ്ധത്തിൽ വിജയം വരിച്ചു. മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ അന്നാണ് ഓസ്ട്രിയൻ സൈന്യം യുദ്ധത്തിന് വേണ്ട പദ്ധതികൾ തയ്യാറാക്കിയത്. പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ 12-ാം തീയതി വിയന്ന സമ്പൂർണമായും സ്വതന്ത്രമായി. വിജയത്തിൻ്റെ നന്ദി സൂചകമായി യൂറോപ്പ് മുഴുവൻ ലെയോപോൾഡ് ചക്രവർത്തിക്കൊപ്പം ജപമാല പ്രാർത്ഥന ചൊല്ലി ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന് നന്ദി പറഞ്ഞു. 1809 നെപ്പോളിയന്റെ സൈന്യം വത്തിക്കാനിൽ കടന്ന് പിയൂസ് 6-ാമൻ പാപ്പായെ അറസ്റ്റ് ചെയ്തു. കൈവിലങ്ങുമായി പാപ്പായെ ഗ്രനോബിളിലും പിന്നീട് ഫോണ്ടിയൻബ്ലൂവിലും കൊണ്ടുവന്നു. ഈ തടവ് 5 വർഷം ദീർഘിച്ചു. റോമിലേക്ക് തിരിച്ചു പോയാൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പേരിൽ ഒരു പുതിയ തിരുനാൾ തുടങ്ങാമെന്ന് പാപ്പ ദൈവത്തോട് വാഗ്ദാനം ചെയ്തിരുന്നു. സൈന്യത്തിനേറ്റ തിരിച്ചടികൾ കാരണം നെപ്പോളിയൻ മാർപ്പാപ്പയെ സ്വതന്ത്രനാക്കാൻ നിർബന്ധിതനായി. 1814 മെയ് മാസം 24-ാം തീയതി പിയൂസ് 7-ാമൻ പാപ്പ റോമിൽ തിരിച്ചെത്തി. 12 മാസങ്ങൾക്ക് ശേഷം മെയ് മാസം 24-ാം തീയതി ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ ഒരു പ്രത്യേക ഡിക്രിയിലൂടെ പാപ്പ സഭയിൽ ആരംഭിച്ചു. 1862 മെയ് മാസം 14-ാം തീയതി സഭയ്ക്ക് നേരിടാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് ഡോൺ ബോസ്കോയ്ക്ക് ഒരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ മാർപ്പാപ്പ സഭയാകുന്ന കപ്പലിനെ 2 സ്തംഭങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നതായി കണ്ടു. ഒരു സ്തംഭത്തിൽ ഒരു വലിയ ദിവ്യകാരുണ്യ ഓസ്തിയും മറ്റതിൽ ക്രിസ്ത്യാനികളുടെ സഹായം എന്നാലേഖനം ചെയ്തിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപവുമാണ് ഡോൺ ബോസ്കോ കണ്ടത്. ഈ സ്വപ്നത്തെപ്പറ്റി ഡോൺ ബോസ്കോ താൻ സ്ഥാപിച്ച സലേഷ്യൻ സഭാംഗങ്ങൾക്ക് ഇപ്രകാരം എഴുതി: ദിവ്യകാരുണ്യത്തോടുള്ള വണക്കവും ക്രിസ്ത്യാനികളുടെ സഹായവുമായ മറിയത്തോടുമുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കലുമാണ് ഈ ദർശനത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശ്യം. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയം എന്ന സ്ഥാനപ്പേര് മഹനീയമായ സ്വർഗരാജ്ഞിയെ കൂടുതൽ സന്തോഷിപ്പിക്കും. 1868 ജൂൺ മാസം 9-ാം തീയതി ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിന് തൻ്റെ സന്യാസ സഭാ സമൂഹത്തെ ഭരമേൽപ്പിച്ചു. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ സലേഷ്യൻ വൈദികരും സിസ്റ്റേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ ലോകത്തിന് മുഴുവൻ പരിശുദ്ധ കന്യാമറിയത്തെ ആവശ്യമുണ്ട്. അമ്മയിലേക്ക് നമുക്ക് തിരികെ നടക്കാം.